പ്രവർത്തകരെ പലരെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രവർത്തകരെ മർദ്ദിച്ചൊതുക്കിയും കാരാഗ്രഹത്തിലടച്ചും അതോടൊപ്പം തന്നെ ആക്രമിച്ചു തകർക്കാൻ സാധിക്കുന്നതല്ല ഭാരതീയ ജനതാ യുവമോർച്ച ഉയർത്തുന്ന സമര പോരാട്ടമെന്ന് VD സതീശനെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുകയാണ്. ഈ സമരം ആരെങ്കിലും അട്ടിമറിക്കാനുള്ള സമരമല്ല. ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരമാണ്. PSC എന്ന് പറയുന്നത് ഇന്നൊരു വെള്ളാന സംവിധാനമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. ആ PSCയിലെ അംഗങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം വാങ്ങി 22 പേർ വാണരുളുകയാണ് PSCക്കകത്ത്. ആ PSCക്കകത്ത് വാണരുളുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ ഇന്ന് ഇവിടുത്തെ യുവാക്കളുടെ വഞ്ചകന്മാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസുകാരായാലും PSC എന്ന് പറയുന്നത് ഇതുപോലെ വെട്ടിത്തിന്നാനും അതോടൊപ്പം തന്നെ അധമ ചിന്തകൾ നടത്താനും പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു. ഇവിടുത്തെ യുവാക്കൾ ഇന്ന് മുട്ടിനിഴയുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ യുവാക്കൾ ഇന്ന് മണ്ണു തിന്നുന്ന അവസ്ഥയാണ്. ഇങ്ങനെ യുവാക്കളെ മുട്ടിനിഴയിക്കുകയും മണ്ണ് ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനത്തിനെതിരായി നടപടി വേണമെന്നാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. ആ നടപടി എടുക്കാൻ എന്തേ 2 മാസമായിട്ടും VD സതീശൻ തയ്യാറാകുന്നില്ല. PSCയിലെ യുവാക്കളെ ദ്രോഹിക്കുന്ന ഈ PSC സംവിധാനത്തിനെതിരെ CBI അന്വേഷണം നടത്തണം, ജുഡീഷ്യൽ അന്വേഷണം നടത്തണം, നടപടികൾ എടുക്കണം. യുവാക്കളുടെ പ്രതീക്ഷ അത് സംരക്ഷിക്കാൻ VD സതീശന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് യുവാക്കളുടെ പ്രതീക്ഷ സംരക്ഷിക്കണം. നിങ്ങൾ അങ്ങ് പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ സംവിധാനമുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകൾ മറന്നുകൊണ്ട് മിസ്റ്റർ VD സതീശൻ നിങ്ങൾ സമരത്തിന് പോയി. അവിടെ ചെന്ന് നിങ്ങൾ കുത്തിയിരുന്ന് പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന വിഘടനവാദ വിധ്വംസക ശക്തികളോടൊപ്പം ചേർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ചത് ഭരണഘടനാപരമായിട്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കാതെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഈ പ്രബുദ്ധ കേരളം കാണുന്നത്. അങ്ങനെ അവിടെ ചെന്ന് വെല്ലുവിളിച്ച VD സതീശ, അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവിടെ ചെന്ന് മുദ്രാവാക്യം വിളിച്ചത്? നീറ്റിന്റെ പേരിലല്ലേ? നീറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് സംഭവിച്ച ഒരു ദുരന്തമാണ് എന്ന് ആദ്യം പറഞ്ഞതാരാ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് പറഞ്ഞത്. നീറ്റ് ചോർച്ച എന്ന് പറയുന്നത് ഈ നാട്ടിൽ സംഭവിച്ച ഒരു ദുരന്തമാണ്. അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ കൽത്തുറുങ്കിലാണ്. ആ നീറ്റ് പരീക്ഷ ചോർത്തിയ മുഴുവൻ പ്രതികളെയും അകത്താക്കി കൽത്തുറുങ്കിലാക്കിയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു, 1 വർഷത്തിനുള്ളിൽ ഈ നീറ്റ് ചോർച്ചയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ളവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു കുഞ്ഞിന്റെയും ഒരു വിദ്യാർത്ഥിയുടെയും ഭാവിയെ ചോദ്യം ചെയ്യാൻ അവന് പ്രതിസന്ധി ഉണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉജ്ജ്വലമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. അതുപോലെ തന്നെ വരുന്ന പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് കുറ്റമറ്റ രീതിയിലുള്ള പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള കമ്മിറ്റിയെ നിയോഗിച്ചു. അതിനുവേണ്ടിയുള്ള നടപടികളുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ് ചോർന്നതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കരയുന്നത് നമ്മൾ കണ്ടു. അവരുടെ കരച്ചിലിനോടൊപ്പമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ നാട്ടിലെ മുഴുവൻ ജനതയും അവരോടൊപ്പമായിരുന്നു. അതിനുശേഷം എന്താണ് പ്രധാനമന്ത്രി ചെയ്തത്? ഇവിടത്തെ ഡിഫൻസ് സംവിധാനം, ആർമി, എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുന്ന ഇന്ത്യക്കെതിരെ വരുന്ന ശക്തികളെ ചെറുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഇവിടുത്തെ സൈനിക വിഭാഗത്തെ വെച്ച് ഈ കുട്ടികളുടെ പരീക്ഷ സുഗമമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് രണ്ടാമതും പരീക്ഷയും കഴിഞ്ഞ് അതിന്റെ മറ്റെല്ലാ നടപടികളും പൂർത്തിയായി നീറ്റിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചപ്പോൾ വരുന്നു എവിടെയോ ഏതോ സുഖവാസ കേന്ദ്രത്തിൽ അജ്ഞാതനുമായിട്ട് ജീവിച്ച ഇവിടത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പ്രത്യക്ഷപ്പെടുകയാണ്. ഞാനും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടേ എന്നറിയിക്കാനായി നേരത്തെ പറഞ്ഞതുപോലെ ഈ ആമ്പാറ്റകളോടൊപ്പം ഒരുമിച്ച് ചേർന്ന് ഈ നാടിനെ നശിപ്പിക്കുന്ന കലാപകലുഷിതമായ സമര പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു. അവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകരെ പോലും നടുറോഡിലിട്ട് അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധന്മാരുടെ സംഘത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകുന്നു. അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിലിട്ടടിക്കുന്ന അരാജകത്വത്തിന്റെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കും.
ഈ ഡൽഹി എന്ന പ്രദേശം മുഴുവൻ അക്രമാസക്തമാക്കിയ, കലാപകലുഷിതമാക്കിയ, അരാജകത്വ സമാനമാക്കിയ ആ രാജ്യദ്രോഹ ശക്തികളോടൊപ്പം ചേർന്ന് ഈ രാജ്യത്തെ അട്ടിമറിക്കാമെന്നുള്ള വ്യാമോഹമാണ് ഇവിടത്തെ രാഹുൽ ഗാന്ധിക്കുള്ളതെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്, നിങ്ങളുടെ അപ്പൂപ്പൻ ഭരിച്ച ഇന്ത്യയല്ല ഇന്നുള്ളത്, നിങ്ങളുടെ അമ്മമ്മ ഭരിച്ച ഇന്ത്യയല്ല ഇന്നുള്ളത്, നിങ്ങളുടെ അച്ഛൻ ഭരിച്ച ഇന്ത്യയല്ല ഇന്നുള്ളത്. ഇന്ന് ഇന്ത്യ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭരിക്കുന്ന ശക്തിയാണ് ഇന്നത്തെ ഇന്ത്യ. ആ ഇന്ത്യയെ അട്ടിമറിക്കാൻ ഇനി ഒരു കോൺഗ്രസുകാരനും സാധ്യമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സാധ്യമല്ല, ഒരു ഇന്ത്യ മുന്നണിക്കാരനും സാധ്യമല്ല, ഒരു വിഘടനവാദിക്കും സാധ്യമല്ല, ഒരു വിധ്വംസകവാദിക്കും സാധ്യമല്ല. അജയ്യമാണ് നമ്മുടെ ഭാരതം, അഖണ്ഡമാണ് നമ്മുടെ ഭാരതം. ഭാരതാംബയ്ക്ക് വേണ്ടി ജയജയ പാടുന്ന ഒരു പ്രധാനമന്ത്രി 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ രാജ്യത്തിന്റെ ശ്രേയസ്സിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ യുവാക്കൾക്ക് വേണ്ടി ഇവിടെ കാവലിരിക്കുകയാണ്. ആ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ, ആ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ ഈ രാജ്യത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല, ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നു, കോൺഗ്രസുകാരെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ ഈ സമരം പ്രസക്തമാകുന്നത്. നീതിക്ക് വേണ്ടി, ഈ അവകാശങ്ങൾക്ക് വേണ്ടി അടരാടുന്നതോടൊപ്പം ഈ രാജ്യത്തെ രാഷ്ട്രീയ ബുദ്ധിപൂർവമായിട്ടുള്ള നിലപാടുകളും എടുത്തുകൊണ്ട് ഭാരതീയ ജനതാ യുവ മോർച്ച കേരളത്തിൽ അനിശ്ചിതമായ യുവതയുടെ ശക്തിയായി ഇന്ന് അനന്തപുരിയിൽ അത്യുജ്വലമാർന്ന പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ 1000